ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു സാമ്പാർ തയ്യാറാക്കിയാലോ. സാമ്പാർ നമ്മൾ പല രീതിയിലുള്ള സാമ്പാർ ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള സാമ്പാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച സാമ്പാറും വറുത്തരയ്ക്കാതെയുള്ള സാമ്പാറും വെണ്ടയ്ക്ക സാമ്പാർ, വഴുതനങ്ങ സാമ്പാർ, തക്കാളി സാമ്പാർ, അങ്ങനെ ഒരുപാട് സാമ്പാർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സാമ്പാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വറുത്തരയ്ക്കണ്ട എന്നുള്ളത് ഒരു കാര്യം, പിന്നെ നമ്മൾ പരിപ്പ് ചേർക്കാതെയാണ് ഈ ഒരു സാമ്പാർ ചെയ്യുന്നത്. പരിപ്പ് ചേർക്കാതെ നല്ല തിക്കായിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയ സാമ്പാർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കൂ. പരിപ്പ് ഇപ്പോൾ കയ്യിലല്ല എന്ന് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കൽ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പരിപ്പില്ലാതെയും സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് വള്ളിപ്പയർ അല്ലെങ്കിൽ അച്ചിങ്ങ എന്ന് പറയുന്ന പയർ എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു സവോള, ഒരു 1/4 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയ്ക്ക് വരെ മത്തങ്ങ ആണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. മത്തങ്ങയാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്ക് മത്തങ്ങ കിട്ടിയില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതെടുക്കാം. നമുക്ക് ബേസായിട്ട് കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ അങ്ങനെ ഏതെങ്കിലും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ കുമ്പളങ്ങയും ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ബേസായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു തിക്ക് ഗ്രേവി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൊഴുപ്പുള്ള വെജിറ്റബിൾസ് ചേർക്കണം, അങ്ങനെയുള്ളൂ. അപ്പോൾ നമുക്കിത് കുക്കറിൽ വേവിക്കാൻ വെക്കാം. പരിപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കാം. വെണ്ടയ്ക്ക ഞാനിപ്പോൾ ചേർക്കുന്നില്ല, മുരിങ്ങയ്ക്കയും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക ഇതിന് രണ്ടും കുക്കിംഗ് ടൈം കുറവാണ്. അപ്പോൾ അത് രണ്ടും അടുത്ത പ്രാവശ്യമേ ചേർക്കുന്നുള്ളൂ. ആദ്യത്തെ ബാച്ചിൽ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആദ്യം ഞാൻ ചേർക്കുന്നത് ക്യാരറ്റാണ്. അതുപോലെ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ പയറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പയർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പയർ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കുമ്പളങ്ങയ്ക്ക് വേവ് കുറവാണെങ്കിലും കുമ്പളങ്ങ ചേർക്കുന്നത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് വേവിക്കരുത്. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകൊക്കെ ചേർത്ത് അരയ്ക്കുമ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ എരിവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് പച്ചമുളക് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർത്ത് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. സവോളയും കൂടി ചേർക്കുന്നുണ്ട്. സവോള ആകുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും സാമ്പാറിന്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ സാമ്പാറിന് കിട്ടുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ കഷ്ണങ്ങൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. കുമ്പളങ്ങയൊക്കെ വെള്ളമുള്ള കഷ്ണങ്ങളാണ്, അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. കഷ്ണങ്ങളുടെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വെള്ളം ചേർക്കാം. ഇനി ഇത് 1 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങയൊക്കെ ഉടഞ്ഞു തുടങ്ങും. നമുക്ക് കഷ്ണങ്ങൾ ഉടഞ്ഞു വരണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഇതൊരു വിസിൽ വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. 1 വിസിൽ വന്നിട്ട് കഷ്ണങ്ങളൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് പകുതി കഷ്ണങ്ങൾ എടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് പകുതി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ പകുതി എടുത്ത് വയ്ക്കുന്നു എന്നേ ഉള്ളൂ. വെള്ളം മാറ്റിയിട്ട് എടുത്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം കൂടി ആകുമ്പോൾ അരച്ചെടുക്കാൻ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ചൂട് മാറി വരണ്ടേ, അതുകൊണ്ട് ഞാൻ വെള്ളം മാറ്റിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കി വെജിറ്റബിൾസ് ഉണ്ടല്ലോ, നമ്മുടെ മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, തക്കാളി, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് പച്ചമുളക് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ പച്ചമുളകില്ല, അപ്പോൾ ഞാൻ പച്ചമുളകിന് പകരം കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പുളിവെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. നമ്മൾ കുക്കർ വെയിറ്റ് ഇട്ട് അടച്ചു വയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ലിഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നേ ഉള്ളൂ. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് വയ്ക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചൂട് മാറി വരുമ്പോൾ അരച്ചെടുക്കാം, ഇതൊന്ന് കുക്കായി വരുമ്പോൾ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്തില്ലേ
ചൂട് മാറാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾസ് അത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. ആദ്യം കുറച്ച് സാമ്പാർ പൊടി ഈ കഷ്ണങ്ങളിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. പിന്നെ നമ്മൾ വറവിടുമ്പോഴാണ് സാമ്പാർ പൊടി ചേർക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കുറുകിയ സാമ്പാറായിരിക്കും ഇത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുകിയ രീതിയിലാവാനാണല്ലോ നമ്മൾ പരിപ്പ് ചേർക്കാതെ കഷ്ണങ്ങൾ അരച്ച് ചേർത്തത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഇത് ഇനിയും കുറുകി വരും. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വയ്ക്കാം. കുറച്ച് ഉള്ളി നന്നാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില അടുപ്പിച്ച് വയ്ക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പില, കടുക്, ഉലുവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് വറവിടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ടൊരു പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പൊടി ചേർക്കുകയാണെങ്കിലും കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി പൊട്ടി കഴിയുമ്പോൾ ഞാൻ ഇതാ ഇവിടെ ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങണം. ഒരുപാട് കളർ മാറിപ്പോകണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങണം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഉള്ളി ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ആവശ്യത്തിന് കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഉള്ളിയൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ലൊരു മണം സാമ്പാറിന് കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂണും കൂടി നമ്മുടെ കായപ്പൊടി, അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് 1 ടേബിൾ സ്പൂണും കൂടി സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഈ സാമ്പാർ പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യരുത്, പൊടി കരിഞ്ഞു പോവും. ഈ എണ്ണയുടെ ചൂടിൽ തന്നെ പൊടി കുക്കായി വന്നോളും. നമുക്കിനി ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സാമ്പാർ എടുത്തിട്ട് നമുക്ക് നമ്മൾ വറവ് റെഡിയാക്കിയ പാനിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സാമ്പാർ ആവശ്യത്തിന് കൊഴുപ്പുണ്ട്, ഒരുപാട് അങ്ങോട്ട് കൊഴുപ്പ് കൂടിപ്പോയിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ ശർക്കര, പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ശർക്കരയും കൂടി ചേർത്താലേ സാമ്പാർ പെർഫെക്റ്റ് ആവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ശർക്കര വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടി ചേർത്താലേ സാമ്പാർ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഒതൻറ്റിക് സാമ്പാറാണോ എന്ന് വെച്ചാൽ ഒതൻറ്റിക് സാമ്പാറല്ല. നമ്മുടെ പരിപ്പ് ചേർത്താലേ ഒതൻറ്റിക് സാമ്പാറാവുള്ളൂ. പക്ഷെ ചില ആളുകൾക്ക് പരിപ്പ് ഉപയോഗിക്കാൻ പാടില്ല, പരിപ്പ് ചേർക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും, ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ള ആളുകൾക്ക്. അപ്പോൾ അവർക്ക് ഇതുപോലെ സാമ്പാർ കഴിക്കണമെന്നുണ്ടെങ്കിൽ പരിപ്പ് ഒഴിവാക്കിയിട്ട് സാമ്പാർ ഇതുപോലെ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ, പരിപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സാമ്പാർ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ, റെസിപ്പി ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സാമ്പാർ ചോറിൻ്റെ കൂടെയാണോ, ഇഡ്ഡലിയുടെ കൂടെയാണോ, ദോശയുടെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണോ കൂടുതൽ ഇഷ്ടമായതെന്നും കൂടി ഒന്ന് പറയുക. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്തെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ സാധാരണ പിന്നീട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും. ഇതിപ്പോൾ ഉടഞ്ഞൊന്നും പോവാതെ കുറച്ച് വൈഡായിട്ടുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉടഞ്ഞു പോവാതെ കിട്ടും. കൂടുതൽ ചെറിയ പാത്രങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് വലിയ പാത്രങ്ങൾ എടുക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.